ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അത് ആരോപണമായി, രാഷ്ട്രീയ ആരോപണമായി വളരെ അർത്ഥപൂർണമായിട്ട് ഉന്നയിക്കാൻ കഴിയുമെങ്കിൽ കൂടിയും ഇവിടെ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത് PMLA നിയമപ്രകാരം അരവിന്ദ് കെജ്രിവാളിനെതിരെ തെളിവുകളുണ്ടോ, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ നിരപരാധിയാണെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ തെളിവുകളുടെ അഭാവം എന്നതാണ്. PML ആക്ടിന്റെ സെക്ഷൻ 5 പ്രകാരം ജാമ്യം കിട്ടുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണെങ്കിലും അദ്ദേഹം നിരവധി കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ ജാമ്യം അനുവദിക്കുവാൻ കഴിയും. നിരവധി കേസുകളിൽ ഡൽഹി ഹൈക്കോടതി ഉൾപ്പെടെ ജാമ്യം അനുവദിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ റിമാൻഡ് ആപ്ലിക്കേഷനിൽ പറയുന്ന വസ്തുതകൾ, സെക്ഷൻ 6 പ്രകാരമുള്ള മൊഴികൾ സത്യമായെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ വിഷയത്തിലെ ഇൻവോൾവ്മെന്റ് വളരെ വ്യക്തമാണ്. അത് സംബന്ധിച്ച് നിയമത്തിന്റെ വഴിക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അഴിമതി പ്രോക്യൂ ഉണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ അന്വേഷണം നടത്തേണ്ടതാണ്. ഒരു സിറ്റിംഗ് സുപ്രീം കോടതി ജഡ്ജി തന്നെ ഈ വിഷയങ്ങൾ അന്വേഷിക്കുന്ന രീതിയിൽ ചെന്നെത്തുകയാണ് എന്നുണ്ടെങ്കിൽ അഴിമതി ജഡിലമായിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയം അതിനകത്ത് ഒരു കുറച്ചൊക്കെ ശുദ്ധികലശത്തിന് സാധ്യമാകും. അതൊരു വ്യത്യസ്തമായ വിഷയമാണ്. അത് അതിൻ്റെതായിട്ടുള്ള നിയമ നടപടികളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. പൊതുതാൽപര്യ ഹർജികളൊക്കെ കോടതികളിലേക്ക് ചെല്ലുവാൻ കഴിയും. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഒരു വിഷയത്തിലെ മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻവോൾവ്മെന്റ്, മനീഷ് സിസോദിയയുടെ ഇൻവോൾവ്മെന്റ്, ഇതൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ളതാണ്. മനീഷ് സിസോദിയയുടെ ജാമ്യ ഹർജി സുപ്രീം കോടതി തള്ളിയതിനു ശേഷം പുനഃപരിശോധനാ ഹർജിയും തള്ളി. മാർച്ച് 2024 തിരുത്തൽ ഹർജിയും തള്ളുകയുണ്ടായി. സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള 4-അംഗ ബെഞ്ചാണ് അദ്ദേഹത്തിന്റെ തിരുത്തൽ ഹർജി തള്ളിയത്. ഇത് രണ്ട് വിഷയമാണ്. അഴിമതി എന്ന പൊതു സ്വഭാവം ഇതിനുണ്ട് എങ്കിലും ഇപ്പം PMLA നിയമവുമായി ബന്ധപ്പെട്ട് നടപടി നേരിടുന്ന കേജ്രിവാൾ ഡൽഹി മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നടപടി നേരിടുന്നത്. തെളിവുകളുണ്ട് എന്ന് വിശ്വസിക്കത്തക്ക രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഇത്രയും കഴിഞ്ഞ 1 വർഷത്തിലധികമായിട്ട് മനീഷ് സിസോദിയ ജയിലിൽ കിടക്കുന്നതിന്റെ കാരണം, അദ്ദേഹത്തിന്റെ തിരുത്തൽ ഹർജി വരെയും തള്ളിക്കളഞ്ഞതിന്റെ കാരണം അദ്ദേഹത്തിനെതിരെ തെളിവുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. കേജ്രിവാളിനെ സംബന്ധിച്ച് മൊഴിയുണ്ട്. സെക്ഷൻ 50 പ്രകാരം കോ അക്യൂസ്ഡിന്റെ മൊഴിയുണ്ടെങ്കിൽ അതിനെ മുഖവിലേക്ക് എടുക്കാൻ കഴിയുന്നതാണ്. അതിന് സബ്സ്റ്റാൻറ്റീവ് വാല്യൂ ഇല്ലെങ്കിൽ കൂടിയും അതിന് കൊറാബറേറ്റീവ് വാല്യൂ ഉണ്ട്. അപ്പം ശ്രീ M.R. അഭിലാഷ്, ആ പറയുന്ന കാര്യത്തിലാണ് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധിപ്പിക്കാൻ പ്രതിപക്ഷ ചേരിയുടെ അഭിഭാഷകർ ശ്രമിച്ചത്. അത് കോടതി മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് BJP പറയുകയും ചെയ്യുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഈ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഉള്ള ഒരു ഡെഫിനിഷനാണ് അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ED ഈ ഭരണ സംവിധാനത്തെയും രാഷ്ട്രീയ പാർട്ടിയെയും ഒക്കെ വിശദീകരിക്കുന്നത്. അങ്ങനെ വിശദീകരിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയിൽ, ഏറ്റവും പ്രധാനപ്പെട്ട റെപ്രസെന്റേറ്റീവ് എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാളിന് കൂടി ഉത്തരവാദിത്തം ചാർത്തിക്കൊടുക്കുകയും ചെയ്യുന്നത്. ഇതിനെ അരവിന്ദ് കെജ്രിവാൾ നാളെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്താൽ അതിന്റെ സാധ്യത എത്രത്തോളമാണ്? ഇല്ല, അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണ് നയരൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള നിയമവിരുദ്ധമായി എന്ന് പറയപ്പെടുന്ന ആ ധനം അത് ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി ഉപയോഗിച്ചത്. അപ്പം അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടിയെ ഈ കേസിൽ പ്രതിയാക്കിയിട്ടില്ല. പക്ഷേ അദ്ദേഹം അധികാരത്തിൽ ഇരുന്നു എന്നതുകൊണ്ട് ആ ധനം ഇങ്ങനെ ഉപയോഗിക്കുന്നതുമാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണം. ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയവും അഴിമതിയും മാപ്പുസാക്ഷിയായ കമ്പനിയിൽ നിന്നും ഭരിക്കുന്ന പാർട്ടി BJP ഫണ്ട് വാങ്ങിയതും ഒക്കെ വളരെ ഗൗരവങ്ങളായിട്ടുള്ള വിഷയമാണ്. അത് സിറ്റിംഗ് സുപ്രീം കോടതി ജഡ്ജി തന്നെ അന്വേഷിച്ചാലും അതിനകത്ത് അന്വേഷിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. പക്ഷെ രണ്ട് പ്രശ്നമാണ്. ഒറ്റ കാര്യം കൂടി ശ്രീ M.R. അഭിലാഷ് ചോദിച്ചോട്ടെ. അതായത് ഈ പറയുന്ന കസ്റ്റഡിയിൽ തുടർന്നുകൊണ്ട് 6 ദിവസത്തെ കസ്റ്റഡിയാണ്, അതിൽ ഒരു ദിവസം പിന്നിട്ടും കഴിഞ്ഞിരിക്കുന്നു. കസ്റ്റഡിയിൽ തുടർന്നുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം ആം ആദ്മി പാർട്ടിക്ക് ഇനി എത്ര ദിവസം മുന്നോട്ട് വെക്കാൻ കഴിയും? നാളെ ഹൈക്കോടതിയിൽ നിന്നൊരു തീരുമാനം വന്നാൽ രാജി അനിവാര്യമായിരിക്കുമോ? രാജി അനിവാര്യമായിരിക്കും. ആം ആദ്മി പാർട്ടിയിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള നേതാക്കളുണ്ട്. അവർക്ക് ഭരണസാരഥ്യം ഏറ്റെടുക്കുവാൻ കഴിയും. ഇത് കഴിഞ്ഞാൽ കസ്റ്റഡി ഇനി നീട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോവുകയോ ആണ് ചെയ്യുന്നത്. നാം മനസ്സിലാക്കേണ്ടത് PMLA നിയമപ്രകാരം ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള, കോടതിയുടെ കസ്റ്റഡിയിലുള്ള ഒരാൾക്ക് എങ്ങനെയാ ഭരണസാരഥ്യം നിർവഹിക്കാൻ കഴിയുക? അങ്ങനെ ഒരു ഉത്തരവ് കോടതി കൊടുക്കുമോ? അത് സർക്കാർ കസ്റ്റഡിയിലുള്ള ഒരാൾക്ക് മുഖ്യമന്ത്രിയായിട്ടിരുന്ന് അധികാരം വിനിയോഗിച്ചോളൂ എന്നൊരു കോടതിക്ക് പറയുവാൻ കഴിയും?
അവിടെയാണ് അതിന്റെ സാങ്കേതികമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ വെല്ലുവിളി ആം ആദ്മി പാർട്ടി അഭിമുഖീകരിക്കുന്നത് അത് തന്നെയായിരിക്കും. വളരെയധികം നന്ദി ശ്രീ എം ആർ അഭിലാഷ് ഞങ്ങളോട് സംസാരിച്ചതിന്.